നോട്ടം ഓഫ് മൈ ലൈഫ്. ഹായ്, ഐ ആം ഫാത്തിമ. സ്നേഹമുള്ളവരെന്നെ ഫാമിന്ന് വിളിക്കും, സ്നേഹമില്ലാത്തവരെന്നെ പലതും വിളിക്കും. പ്ലസ് ടു വരെ സാധാരണ മിഡിൽ ക്ലാസ് ഗേൾസ് എങ്ങനെയാണോ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെയായിരുന്നു എന്റെ ലൈഫും. സ്കൂള് വീട്, വീട് സ്കൂള്, സ്കൂള് വീട്. എന്റെ എല്ലാ കാര്യത്തിലും എന്റെ ബാക്ക് ബോണും സ്ട്രെങ്തും റോൾ മോഡലും ഒക്കെ എന്റെ ഉമ്മയാണ്. ഒരു ഉമ്മ എന്നതിനേക്കാൾ ഉപരി ഷീ ഈസ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്. അതേപോലെ എന്റെ ഉപ്പ എന്തിനേതിനും ഒരു പുഞ്ചിരിയോടെ തലയാട്ടുന്ന ഒരു മനുഷ്യൻ. ഇത്രയും പാവം ഒരു മനുഷ്യനാവാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോവാറുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ചധികം ഫ്രണ്ട്സും പിന്നെ അൺലിമിറ്റഡ് കുരുത്തക്കേടും. കുറെ കസിൻസ് ബേക്കറികളും ഞാനും കൂടി അർമാദിച്ചിരുന്ന ഒരു കാലം. അവർക്ക് സിസ്റ്ററിനേക്കാളും ഒരു ബെസ്റ്റ് ഫ്രണ്ടായും സെക്കൻഡ് മദറായും എപ്പോഴും ഞാനുണ്ട്. അതിൽ വൺ ഓഫ് ദി ക്ലോസസ്റ്റ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്നത് ഈ കുരുപ്പാണ്. ദിസ് ഈസ് മൈ നെന്നി. എനിക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് തന്നെ ഇതാണ് എന്റെ കുട്ടി എന്ന് പറയാൻ പറ്റിയ ഒരാളാണ് ഇവൾ. പ്ലസ് ടു വരെ ഫുൾ വൈബിൽ നടന്ന എന്നെ ഒന്ന് സൈഡാക്കാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല, ഉമ്മ നേഴ്സിംഗിന് അങ്ങോട്ട് ചേർത്തു. ആനന്ദവും ക്യൂനും ഒക്കെ ഇൻസ്പിറേഷൻ ആക്കി കോളേജ് ലൈഫൊക്കെ വൈബാണെന്നൊക്കെ പറഞ്ഞു പോയ എനിക്ക് നേരിടേണ്ടി വന്നത് പക്ക ഡിസിപ്ലിൻഡ് ക്യാമ്പസ്. അതിലാകെ ഒരു സന്തോഷം ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ചധികം നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ്. സൂചി കണ്ടാൽ ബോധം കൂടി മുറുക്കി എടുത്ത് പോയിരുന്ന എന്റെ ചോര കണ്ടറപ്പ് മറിയവളാക്കി മാറ്റിയതും കോളേജാണ്. കോളേജിന്റെ സ്ട്രെസ് ഒന്ന് റിലീഫ് ആക്കാൻ വേണ്ടി ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചെറിയ ബിസിനസ് അങ്ങ് തുടങ്ങി. ഹാമ്പർ സെറ്റിംഗ്, സേവ് ദി ഡേറ്റ് വീഡിയോസ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇന്നത്തെ പോലെ അത് അന്ന് അത്ര ട്രെൻഡിങ് അല്ലായിരുന്നു. അങ്ങനെ കോളേജ് ലൈഫ് കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ ഡ്യൂട്ടിക്ക് കയറി ജോലിയുള്ളവളായി. കോളേജിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാത്ത ചെലവൊക്കെ ആയിരുന്നു സാലറി ഒന്ന് ഉയർന്നു തുടങ്ങിയത്. അങ്ങനെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോഴായിരുന്നു ആ സംഭവം സംഭവിച്ചത്. അതെ, ലൈഫ് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് പാത്തിലൂടെ പോകുമ്പോഴാണ് ഒരു ജംഗ്ഷൻ വരില്ലേ, അതുപോലെ ഞാൻ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നത്. അതേ സുഹൃത്തുക്കൾ, ഐ ഗോട്ട് മാരീഡ്. എല്ലാ ഗേൾസിനെയും പോലെ എക്സൈറ്റ്മെന്റ്, ആൻസൈറ്റി, സന്തോഷം, അങ്ങനെ വികാരങ്ങളുടെ പ്രളയമായിരുന്നു. പക്ഷെ ഈ വികാരങ്ങൾക്ക് പുറത്തു വരാൻ അത്രയധികം സമയം അങ്ങ് കിട്ടിയില്ല. കാരണം കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അതെ, ആസ് എ മെഡിക്കൽ ഫീൽഡ് എന്തൂസിയാസ്റ്റ്, ദിസ് ഈസ് അവർ ലൈഫ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും സമയം എന്റെ വോയിസ് ഓവറിന് പിന്നിലെ അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ വീഡിയോ കണ്ടില്ല? യെസ്, ഞാനും എന്റെ ചെക്കനെ കാണുന്നത് കല്യാണത്തിന് 4 ദിവസം മുമ്പേ ഇരുന്നു. മാരേജ് ഈസ് എ ബിഗ് പ്രോബ്ലം ടു അവർ ലൈഫ് എന്ന് കരുതിയിരുന്ന എന്റെ ഫെമിനിസ്റ്റ് മൈൻഡിന് മാരേജ് ഈസ് ദ ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് എവറി വൺസ് ലൈഫ് എന്ന് കാണിച്ചു തന്നത് ഈ ക്ലിപ്പാണ്. മാരേജ് ആകുമ്പോഴുള്ള എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്റെ കുട്ടികളിയും എന്റെ ഈ ബിഹേവിയറും ഒക്കെ മാറ്റേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. പഠിച്ചവൻ സഹായിച്ച് എന്നേക്കാൾ അധികം എന്റെ കുട്ടിത്തം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു മൈ ഹസ്ബൻഡ്. എന്റെ ലൈഫിൽ പാർട്ട്ണർ എന്നതിനേക്കാളും ബെസ്റ്റ് ഫ്രണ്ട് ആയാണ് അയാൾ വന്നത്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, മൈ മദർ ഇൻ ലോ. യെസ്, ഐ കോൾ ഹെർ മൈ റുക്കി ഉമ്മ. അങ്ങനെ പറയുന്നതിനേക്കാളും മൈ സെക്കൻഡ് മദർ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. മര്യാദയ്ക്ക് 2 ഉമ്മമാരും ഉണ്ടാക്കി തരുന്ന ഫുഡും അടിച്ച് സ്കൂട്ടറിൽ ലോകമായ ലോകമൊക്കെ കറങ്ങി ഹെൽത്തിൽ ഈച്ച ഓടിച്ചിരുന്ന എന്നെ കണ്ട് അസൂയ തോന്നിയിട്ടായിരിക്കണം എന്റെ മാറൻ അങ്ങൊരു മെസ്സേജ് ഇടുന്നു. ലൈഫിൽ വീണ്ടും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് ഹബീബ് തീ കം ടു ദുബായ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കണ്ടപ്പോഴാണ്. നാട്ടിൽ 100-110 സ്കൂട്ടർ പാറിക്കൊണ്ടിരുന്ന എന്നെ ഫ്ലൈറ്റ് കയറ്റിയിട്ട് ഞാൻ കാണാത്തൊരു ആകാശത്തിലേക്ക് പറത്തിവിട്ട മനുഷ്യൻ. ആൻഡ് there is nothing more to say. You will explore my life with me. Together we can experience my life from now on. ശരി, മഅസ്സലാമ.